ഇവിടെ ഈ സംഭവസ്ഥലം വന്ന് കാണുന്ന ആർക്കും ഇത് മനസ്സിലാകും. ഗുരുതരമായ വീഴ്ച വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്, ഈ സ്കൂളിന് വളരെ ചേർന്നാണ്, സ്കൂൾ കെട്ടിടത്തോട് വളരെ ചേർന്നാണ് ഈ ലൈൻ പോയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിനകത്ത് ഈ ലൈൻ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ലൈൻ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലൈന് ഏതെങ്കിലും തരത്തിൽ ലൈൻ കമ്പി പൊട്ടി വീണാൽ അപകടം ഉണ്ടാകും. അതല്ലെങ്കിൽ മറ്റ് പ്രതികൂലമായ കാലാവസ്ഥ, കനത്ത മഴയോ അതല്ലെങ്കിൽ കാറ്റോ ഒക്കെ വരുമ്പോൾ ഈ ലൈൻ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കുട്ടികളുടെ മേലത്ത് വീഴുകയോ ക്ലാസ് നടക്കുമ്പോൾ വീഴുകയോ ചെയ്താൽ വലിയ അപകടം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് മാറ്റേണ്ടതായിരുന്നു. അതിന് എന്തുകൊണ്ട് സ്കൂൾ അധികൃതർ ഇത് മാറ്റാതിരുന്നു? എന്തുകൊണ്ട് KSEB ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായും അവർ വ്യക്തമാക്കേണ്ടതാണ്. ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, രണ്ടു കൂട്ടരും ഒരുപോലെ ഉത്തരവാദികളാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡും സ്കൂൾ മാനേജ്മെൻറ്റും ഒരുപോലെ പ്രതികളാണ് ഈ വിഷയത്തിൽ. ഈ വിഷയം ഉണ്ടായ ശേഷവും സ്വന്തം ഒരു ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു മരണം ഉണ്ടായ ശേഷം സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയാണ് മാനേജ്മെൻറ്റിലുള്ള ശ്രമം നടത്തിയത്. തീർച്ചയായും അങ്ങനെ അത് വളരെ നിർഭാഗ്യകരമാണ്. കാരണം മാനേജ്മെൻറ്റ് അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് തുറന്ന് സമ്മതിക്കുന്നതിന് പകരം അവർ ന്യായീകരിക്കാൻ വരുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കാര്യത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച, അത് ആ വീഴ്ച വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ KSEBയുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അവർ പരസ്പരം കുറ്റപ്പെടുത്തി തടിതപ്പാനാണ് അവർ ശ്രമിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികളായവർ ആരായിരുന്നാലും, ഉപ്പ് തിന്നവർ ആരായിരുന്നാലും വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇതിന് ഉത്തരവാദികൾ ആരാണ്? KSEB ആണെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി വേണം. മാനേജ്മെൻറ്റാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ അവരുടെ പേരിലും നടപടി വേണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം അതാണ്. പക്ഷേ ഇത് തേച്ചു മായ്ച്ച് കളയുവാനും ഇത് കുറ്റവാളികളെ രക്ഷിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടക്കം മുതൽ നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. അതുകൊണ്ട് 13 വയസ്സായ ഒരു കുഞ്ഞ് മിഥുൻ എന്ന 13 വയസ്സ് 8ാം ക്ലാസ് വിദ്യാർത്ഥി, തീർച്ചയായും ഒരു ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ സംഭവം ഇനി ഒരിക്കലും നമ്മുടെ ഒരു സ്കൂളിൽ ആവർത്തിക്കാൻ പാടില്ല.